നമസ്കാരം. എല്ലാവർക്കും ഫീൽ ദ ഹാപ്പിനെസ്സിൻ്റെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ഇറ്റാലിയൻ പാസ്തയാണ്. വീട്ടിൽ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഒരു ഇറ്റാലിയൻ പാസ്ത ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻറ്റ് ആദ്യം ഒരു 100 ഗ്രാം ചിക്കൻ, ബോൺലെസ് ചിക്കനാണ്, നന്നായി കഴുകിയെടുത്ത് ചെറുതായിട്ട് കണ്ടിച്ചെടുത്ത് വെച്ചതാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു 10 തക്കാളിയാണ്, നല്ലവണ്ണം കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയാണിത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചീസ് ബ്ലോക്കാണ്. അടുത്ത വേണ്ടത് ഒരു പാക്കറ്റ് പാസ്ത 500 ഗ്രാമാണ് ഇത്. ഒരു 4 സവാള ഉള്ളി ചെറുതായിട്ട് കണ്ടിച്ചതും, പിന്നീട് ഒരു 4 വെളുത്തുള്ളിയും, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി, കുരുമുളക്, ഒറിഗാനോ ആൻഡ് കെച്ചപ്പ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടൊരു പാൻ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ അടുപ്പത്ത് വയ്ക്കുക. കുറച്ച് എണ്ണ ഒഴിക്കുക. അതിലോട്ട് കുക്കിംഗ് ഓയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ചിക്കൻ ചെറുതായിട്ട് കണ്ടിച്ച് ആഡ് ചെയ്യുക. കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് വളരെ ഒട്ടും സ്പൈസ് അല്ലാത്തൊരു ഡിഷാണ്, അതുകൊണ്ട് വളരെ കുറച്ച് എരിവ് മതിയാവും. ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് എണ്ണയ്ക്കകത്ത് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇൻ ദ മീൻ ടൈം നമുക്ക് ഒരു വലിയ ബോളിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ഈ 10 തക്കാളി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോയിൽ ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ ഫാനിൻ്റെ ചോട്ടിൽ എടുത്ത് വെച്ചേക്കാം ഒന്ന് തണുപ്പിക്കാനായിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനൊക്കെ എണ്ണയിൽ കിടന്ന് നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ പതുക്കെ ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി വയ്ക്കുക. അധികം ഫ്രൈ ആയി പോകാതെ മാത്രം ശ്രദ്ധിക്കുക. ആ സെയിം എണ്ണയിൽ തന്നെയാണ് നമ്മളതിൻ്റെ സോസ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിലോട്ട് നമ്മൾ ആ 4 വെളുത്തുള്ളി ചെറുതായിട്ട് കണ്ടിച്ചത് എടുത്ത് ആഡ് ചെയ്യുക. അതിനുശേഷം പതാക്കൊന്ന് ഫ്രൈ ചെയ്യുക. അതിൻ്റെ മുകളിലോട്ട് തന്നെ നമുക്ക് ഈ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 3 ഓണിയൻസ് ആഡ് ചെയ്യുക. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, അധികം ഉപ്പിടാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അവസാനം നമ്മളതിൻ്റെ ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്, പല ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ട്. അപ്പോൾ ആവശ്യം ചെറിയ രീതിയിൽ ഉപ്പിട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുക. ഇൻ ദ മീൻ ടൈം വലിയൊരു ബൗളിൽ നമ്മൾ പാസ്ത ബോയിൽ ചെയ്യാനായിട്ട് വെള്ളം വയ്ക്കുക. 2 ടീസ്പൂൺ സോൾട്ട് ആഡ് ചെയ്തിട്ട് വയ്ക്കുക. വെള്ളം നല്ലവണ്ണം ബോയിൽ ചെയ്ത് വരുമ്പോഴത്തേക്കും ആ ഫുൾ പാസ്ത അതിലോട്ട് ഇട്ട് വയ്ക്കുക, ബോയിൽ ചെയ്യാൻ വയ്ക്കുക. ഫുൾ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ സോസൊക്കെ ഇവിടെ റെഡി ആവാൻ വേണ്ടിയിട്ട് ഓണിയൻസ് റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി ആഡ് ചെയ്യുക. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുക. ജസ്റ്റ് ഒരു കളറിനും ഫ്ലേവറിനും വേണ്ടിയിട്ടാണ്, ചെറിയൊരു സ്പൈസിനെസ്സിന് വേണ്ടിയിട്ടുമാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ടൊമാറ്റോസ് നമ്മുടെ സ്കിൻ കളഞ്ഞത് മിക്സിക്കകത്തിട്ട് വെള്ളമൊന്നും ഇല്ലാതെ അതുപോലെ അതിനെ അടിച്ചെടുക്കുക, നന്നായിട്ട് നരച്ചെടുക്കുക. ആ ടൊമാറ്റോ പ്യൂര, ഹോം മെയ്ഡ് പ്യൂര നമ്മൾ ഈ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിരിക്കുന്ന നമ്മുടെ സവാള ഉള്ളി ഫ്രൈ ഇതിനകത്തോട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വളരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോഴും ഞാനിതിൻ്റെ ഫ്ലെയിം ഇപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ബിക്കോസ് നമുക്കിതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് നന്നായിട്ട് പോയി കിട്ടും. ടൊമാറ്റോ സോസിൽ ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ്സ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യുക. ഈ സമയത്ത് ഒന്നും കൂടെ നമ്മളിതിൻ്റെ ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് കറക്റ്റായിട്ട് കുറച്ച് മുകളിൽ കയറി നിൽക്കണം, എന്നാലാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മധുരവും ഉപ്പും കൂടെ കറക്റ്റായിട്ടുള്ള ഒരു ഫ്ലേവർ ഉണ്ടാവണം. ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ്സ് ഇളക്കിയെടുക്കുക, മിക്സ് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ പാസ്ത ഒരു 12 മിനിറ്റ് ബോയിൽ ചെയ്തിട്ടുണ്ടാവും. അതിനൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കുക. ഒരു അരിപ്പ പാത്രത്തിൽ വെച്ചിട്ടൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പാസ്തയുടെ സോസിൻ്റെ ഫൈനൽ സ്റ്റേജ് ആവാറായിട്ടുണ്ടാവും. അപ്പോഴത്തേക്കും നമ്മൾ അതിനകത്തോട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ ഒരു ചീസ് ബ്ലോക്ക് എടുത്തിട്ട് അതിനൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതിന് മുകളിലോട്ട് ആഡ് ചെയ്യും. ചീസ് ഇഷ്ടമുള്ളവർക്ക് അവരുടെ ടേസ്റ്റ് അനുസരിച്ച് ആഡ് ചെയ്യാം. ഹെവി ചീസ് ആഡ് ചെയ്യണമെങ്കിൽ പിറ്റേ ദിവസം ഡയറ്റ് ചെയ്യേണ്ടി വരും. ഫ്രൂട്ട് ഡയറ്റ് എടുക്കുക, അല്ലാതെ വേറെ മാർഗ്ഗം ഉണ്ടാവില്ല. ബിക്കോസ് ഇതൊരു ഹെവി ഐറ്റമാണ്. അപ്പോൾ ചീസ് ആഡ് ചെയ്തതിന് ശേഷം അതൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വീണ്ടും ഒരു 1 മുതൽ 2 മിനിറ്റ് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ. ഇതിന് മുകളിൽ ടോപ്പിംഗ്സ് ആയിട്ട് നമുക്ക് കുറച്ച് ഒറിഗാനോ ലീവ്സ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അത് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് ആഡ് ചെയ്യാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോഴും ഞാൻ ഫയർ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഷാലോ ഫ്രൈ ചെയ്തിട്ട് ചിക്കനും കൂടെ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വീണ്ടും ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ബോയിൽ ചെയ്യുക. അപ്പോഴത്തേക്കും അതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ പാസ്ത വേറെ ആ പാസ്ത ബോയിൽ ചെയ്ത് സെയിം ബോളിലോട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യുക. പാസ്തയ്ക്ക് എപ്പോഴും ഒരു ചെറു ചൂടുണ്ടാവണം, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ പ്രിപ്പയർ വെച്ചിരിക്കുന്ന സോസും ചിക്കൻ്റെ മിക്സ് എല്ലാം കൂടെ ചേർത്ത് ഇനി ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. അതാണ് വലിയ ബൗൾ എടുക്കണമെന്ന് പറഞ്ഞാൽ, ഇല്ലെന്നുണ്ടെങ്കിൽ മിക്സിങ് പ്രോബ്ലം ആവും, താഴെ മുഴുവൻ വീണ് പോവും. ബെറ്റർ വി ടേക്ക് ദ സെയിം ബോൾ. നമ്മൾ ആദ്യം ബോയിൽ ചെയ്യാനെടുത്ത സെയിം ബോൾ തന്നെ എടുക്കുക. വളരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
ഒരു വലിയ തവി തന്നെ എടുക്കണം മിക്സ് ചെയ്യാൻ, കാരണം അതിൻ്റെ അടി വരെ പോകണമെന്നുണ്ടെങ്കിൽ വലിയ തവി തന്നെ വേണം. ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുക. ഇനി ഇതിന് മുകളിലോട്ട് നമുക്ക് കുറച്ചും കൂടെ ചീസ് എക്സ്ട്രാ ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ഓസം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് മാറ്റുക. അതിൻ്റെ മുകളിലോട്ട് ഞാനാണെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ ചീസ് ഇടും. അതിനുശേഷം ഞാൻ ഒരു മൈക്രോവേവിൽ ഒരു 30 സെക്കൻഡ്സ് ഇതിനെ ഒന്ന് ജസ്റ്റ് വയ്ക്കും. ദെൻ ചീസൊക്കെ ഒന്ന് മെൽറ്റാവും. അടിപൊളി ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ആൻഡ് ഒരു ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ട്രൈ ദ റെസിപ്പി.